ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇറാനിൽ ഇരട്ട സ്ഫോടനം നടന്നിരിക്കുന്നു. ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ അതിശക്തമായ സ്ഫോടനം നടന്നിരിക്കുകയാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇറാനിലെ വലിയ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ സ്ഫോടനം നടന്നിരിക്കുന്നത്. സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 മുതൽ 14 പേർ വരെ പരിക്ക് പറ്റിയവരായി ഉണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേ ദിവസം തന്നെ ബന്ദർ അബ്ബാസിൽ നിന്നും ഏകദേശം 1000 കിലോമീറ്ററുകൾ അപ്പുറം ഖുഷസ്ഥാൻ പ്രവിശ്യയിലെ അഖ്വാസ് എന്ന സ്ഥലത്ത് മറ്റൊരു സ്ഫോടനം നടന്നിരിക്കുന്നു. സ്ഫോടനം നടന്ന ഉടനെ തന്നെ സോഷ്യൽ മീഡിയകൾ ചിത്രത്തിന് യുദ്ധ പശ്ചാത്തലം നൽകുകയും സ്ഫോടനം അമേരിക്ക, ഇസ്രായേൽ ശക്തികളുടെ ഇറാൻ ആക്രമണത്തിന്റെ തുടക്കമാണെന്നും ചൂണ്ടിക്കാണിച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇറാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്ത് തരിപ്പണമാക്കുന്നത് കാണാൻ കൊതിച്ചു നിൽക്കുന്നവരാണ് അധികവും. എന്നാൽ സ്ഫോടന വിവരം പുറംലോകം അറിഞ്ഞ ഉടനെ തന്നെ അമേരിക്കയും ഇസ്രായേലും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സ്ഫോടനത്തിൽ പങ്കില്ലെന്നും ഇതിന്റെ പേരിൽ ഞങ്ങളുടെ നേരെ ഇറാൻ കണ്ണു ചുവപ്പിച്ചു വരരുത് എന്നുമാണ്. മുമ്പെങ്ങുമില്ലാത്ത ഒരു ഭയം ഇസ്രായേലിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന സത്യം കാണാതെ പോകാനാവില്ല. മുമ്പ് ഇറാനിൽ നടന്ന പല സ്ഫോടനങ്ങൾക്കും ഇസ്രായേലിന്റെ പ്രതികരണം വളരെ പതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതിന്റെ പിന്നിൽ ഞങ്ങളല്ലെന്ന് അതിവേഗം തുറന്നു സമ്മതിക്കാൻ മാത്രം ഭീതി ഇസ്രായേൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നാ പിടിച്ചു ഞങ്ങളുടെ വെടി എന്ന് ആക്രോശിച്ചു വന്ന അമേരിക്ക ഇന്നും ഓരോ ഉഡായിപ്പും പറഞ്ഞ് വെറുതെ നിൽക്കുകയാണ്, യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇറാനിൽ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുകയാണ് ഇറാനെന്നും കലാപകാരികൾക്ക് നേരെ വധശിക്ഷ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടത്തെ താഴെയിറക്കി പുതിയ ഭരണകൂടം സ്ഥാപിക്കുമെന്നും അതിനുവേണ്ടി അതിശക്തമായ സൈനികാക്രമണങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് അർമാഡ കപ്പൽ വ്യൂഹവും അത്യാധുനിക ബോംബർ വിമാനങ്ങളും മിസൈലുകളുമായി വന്ന അമേരിക്കൻ സൈന്യം അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. വലിയ വഴിയിൽ ഇറാനെ തച്ചുടച്ച് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞ് ഓടിക്കിതച്ച് വന്ന് അന്തം വിട്ടു നിൽക്കുന്നതിനിടയിലാണ് ഈ 2 സ്ഫോടനങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ സ്ഫോടനങ്ങളെ കുറിച്ച് IRGC അഥവാ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവൻ പറഞ്ഞത് ഈ 2 സ്ഫോടനങ്ങളും ഗ്യാസ് ലീക്കേജ് മൂലമാണെന്നും ഇതിൽ ബാഹ്യശക്തികളുടെ യാതൊരുവിധ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നുമാണ്. ഇറാനിയൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബന്ദർ അബ്ബാസിലെ 8 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഉണ്ടായ ഗ്യാസ് സ്ഫോടനത്തിൽ 2 നിലകളും നിരവധി വാഹനങ്ങളും കടകളും തകർന്നുവെന്നും കുറഞ്ഞത് ഒരാൾ മരിക്കുകയും 10ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുമാണ്. അതേസമയം ഗവൺമെന്റ് വിരുദ്ധ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ പറയുന്നത് തകർന്ന കെട്ടിടം യാതൊരു ഗ്യാസ് ശൃംഖലയുമായി ബന്ധിപ്പിച്ചിരുന്നില്ല എന്നാണ്. ഇറാന്റെ ഏറ്റവും വലിയ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് ഇറാനെയും ഒമാനെയും ബന്ധിപ്പിക്കുന്ന സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 ഈ പ്രദേശത്തു കൂടിയാണ് കടന്നുപോകുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC-യുടെ നാവികസേനയുടെ താവളമായും ഇത് അറിയപ്പെടുന്നു. സ്ഫോടനങ്ങളിൽ US പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. നേരത്തെ ഇറാനിയൻ ജലാശയങ്ങൾക്ക് സമീപമുള്ള എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള US സൈനിക വിന്യാസങ്ങൾ സൈനിക നടപടി ആസന്നമാണെന്ന് വിശകലനം ചെയ്തിരുന്നു. അതേസമയം ഒരു US മിലിറ്ററി PH പോസിഡോൺ ആന്റി സബ്മറൈൻ പെട്രോളിംഗ് വിമാനം ഇറാനിയൻ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറന്നതായും അഭ്യൂഹങ്ങളുണ്ട്. US, ഇസ്രായേൽ, യൂറോപ്യൻ നേതാക്കൾ ഇറാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂഷണം ചെയ്യുകയും പൊതുജനങ്ങൾക്ക് രാജ്യത്തെ വിഭജിക്കാനുള്ള മാർഗങ്ങൾ നൽകുന്നതിന് അശാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി സൂചന പ്രശംസിക്കാനും ആരംഭിച്ചു. ഇറാനെതിരായ സൈനികാക്രമണങ്ങൾ ഉൾപ്പെടെ വിവിധ പ്രതികരണ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവലോകനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി, ആയുധ ഡിപ്പോകൾ, ഭരണകൂടത്തിന്റെ തകർച്ച ലക്ഷ്യമിട്ടുള്ള സൈനിക ലക്ഷ്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ചർച്ചകളായിരുന്നു അത്രേ അത്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വ്യോമാക്രമണത്തിലും മഡൂറോയുടെ അറസ്റ്റ് ഓപ്പറേഷനിലും അദ്ദേഹം നടത്തിയ മുൻ സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഫോടനങ്ങളോട് ട്രംപ് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. സ്ഫോടനങ്ങൾ നാവിക കമാൻഡറായ അഡ്മിറൽ അലി റസ തെങ്സിരിയെ ലക്ഷ്യമിട്ടുള്ള ഒരു വധശ്രമമാണെന്നും അദ്ദേഹം മരിച്ചുവെന്നുമുള്ള സോഷ്യൽ മീഡിയയിലെ അവകാശവാദങ്ങൾ IRGC നിഷേധിക്കുകയും ചെയ്തു. അർദ്ധ ഔദ്യോഗിക ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം അത്തരം അവകാശവാദങ്ങളെ പൂർണ്ണമായും തെറ്റാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.